ആയിരക്കണക്കിന് കലാകാരന്മാരും മറ്റ് ടെക്നീഷ്യന്മാരും മറ്റ് വിവിധ തൊഴിൽ മേഖലയിലുള്ളവരും പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ചലച്ചിത്ര രംഗം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത കാലത്തായി ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന സിനിമാ മേഖലയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് നിങ്ങൾ എന്നെല്ലാം ഞങ്ങൾക്കറിയാം. ഇന്നിവിടെ ബഹുമാനായ INTUC സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഈ സിനിമാ വ്യവസായ രംഗം തകരരുത്, ദുഷ്ട ശക്തികളും അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ പവർ ഗ്രൂപ്പുകളും കൊണ്ട് ഈ മേഖല തകരരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ പേരിൽ INTUCയുടെ നേതൃത്വത്തിലുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരുടെ ആഗ്രഹപ്രകാരമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് ഹേമ ഏറ്റവും കൂടുതൽ വിവാദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ഇന്ത്യൻ സിനിമാ മേഖലയിൽ തന്നെ വലിയൊരു ശുദ്ധീകരണത്തിന് ഇന്ത്യൻ സിനിമാ മേഖലയിൽ തന്നെ ഒരു ശുദ്ധീകരണത്തിന് ഇടയാക്കാൻ വഴിയൊരുക്കുന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ 4.5 വർഷമായി സംസ്ഥാന ഗവൺമെൻറ് പൂഴ്ത്തിവെച്ചിരുന്ന കാര്യമൊക്കെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു. എങ്കിൽ പോലും വൈകിയാണെങ്കിലും അത് വെളിച്ചം കണ്ടു. അതിൽ പറയുന്ന പരാമർശങ്ങൾ തീർച്ചയായും അല്ലെങ്കിൽ അതിൽ പറയുന്ന റെക്കമെൻഡേഷൻസ് ഗുണവും ദോഷവും ഉണ്ടെങ്കിലും ഗുണമാണ് കൂടുതലുള്ളത് എന്ന പക്ഷക്കാരാണ് ഞങ്ങൾ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് ശക്തമായി മുന്നോട്ട് പോകണമെന്ന് പറയാനും ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. IFTA എന്ന സംഘടനയും മാട്ര ഫെഡറേഷനും എന്ന് പറയുവാനാണ് ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുന്നത്. IFTA എന്ന് പറയുന്ന സംഘടന, അതായത് ഇൻഡിപെൻഡൻറ്റ് ഫിലിം ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആൻഡ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ, ഒരുപക്ഷെ സിനിമാ രംഗത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ സിനിമാ സംഘടനയാണ് IFTA. INTUC പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അഡ്വൈസിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് അനുഭാവികളായ കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധന്മാരും പങ്കെടുക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് IFTA എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ പ്രസിഡന്റായി നിയോഗിച്ചിട്ടുള്ള എൻ്റെയാണ് എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ അപ്പോൾ IFTA പോലെയുള്ള സംഘടനകളോടുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും മാറ്റ ഫെഡറേഷൻ്റെ 19 യൂണിയനുള്ള മാറ്റ ഫെഡറേഷൻ കൂടി ചേർന്ന് ഇന്നത്തെ ഈ സിനിമാ രംഗത്തുള്ള ഒരു വല്ലാത്ത നമ്മളെ സംബന്ധിച്ച് പരിഭ്രമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെൻറ്റിന് കണ്ണു തുറപ്പിക്കണം എന്നുള്ള ആവശ്യം പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ നിവേദനം നൽകുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ച് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതാണ്. മലയാള ചലച്ചിത്ര രംഗത്തിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ നന്മയ്ക്കും പ്രചോദനം ചെയ്യുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ അടങ്ങിയ ലോക സിനിമാ വേദിയിൽ അറിയപ്പെടുന്ന ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടുണ്ട്. ആ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിൽ ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി KSMTC ചെയർമാൻ ശ്രീ ഷാജി N. കരുൺ ഉൾപ്പെടെയുള്ളവർ, ഞാനും അതിലൊരു മെമ്പറായിരുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ യഥാർത്ഥത്തിൽ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഇതാരെയും ദുഷ്ടലാക്കോടുകൂടി കാണാനോ വേട്ടയാടാനോ മസാല കഥകളോ ഉണ്ടാക്കാനോ ഉള്ള ഒന്നല്ല അടൂർ ഗോപാലകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട്. അത് സമഗ്രമായ സിനിമാ മേഖലയ്ക്ക് കലാകാരന്മാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ്റിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സിനിമാ മേഖലയിലെ എല്ലാവരും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുന്ന ഗവൺമെൻറ് തീർച്ചയായും ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണം എന്നതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ സിനിമാ നയരൂപീകരണത്തിന് വേണ്ടി ഇപ്പോൾ ഒരു കോൺക്ലേവ് നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊരു ശുദ്ധ പോഷ്കാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തിനാണ് ഒരു കോൺക്ലേവ്? ഒരു കോൺക്ലേവിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടത്തുന്ന എല്ലാ മേഖലകളിലും എല്ലാ വേദികളിലും തീർച്ചയായും IFTAയുടെയും അതുപോലെ മാറ്റ ഫെഡറേഷൻ്റെയും അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണം. ഇവിടെ ഇപ്പം നമ്മൾ മുകേഷിനെയും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ്റെയും പേരും എടുത്ത് പറഞ്ഞ്
ഞങ്ങളെ അവരെ ആക്ഷേപിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിങ്ങനെ ഒരു വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്, പത്രങ്ങളിലൂടെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കുറ്റാരോപിതരെ തീർച്ചയായും ഈ വേദികളിൽ നിന്നും ഒഴിവാക്കണം എന്നുള്ളത് ന്യായമായ ഒരു നയരൂപീകരണ വേദിയിൽ കുറ്റാരോപിതരാണ് ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ പ്രയോജനം എന്താണ്? അപ്പൊ അതുകൊണ്ട് അവരെ ഒഴിവാക്കണം എന്ന് ശക്തമായി അഭിപ്രായം ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, ഈ റിപ്പോർട്ടിന്റെ പേരിൽ ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷേ ഈ മേഖലയിൽ എല്ലാ തൊഴിൽ മേഖലകളിലും പലതരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടെങ്കിലും ഇതൊരു ഗ്ലാമറോടുള്ള ഒരു മേഖലയായതുകൊണ്ട് തീർച്ചയായും ആയതുകൊണ്ട് ഇതിന്റെ കൂടുതൽ ശ്രദ്ധ ജനങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രംഗത്തുള്ള ഒരു ചെറിയ ചലനം പോലും വലിയ ആഘാതവും വലിയ വാർത്തകളും സൃഷ്ടിക്കുന്നു. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ നിജസ്ഥിതിയും യഥാർത്ഥ കുറ്റവാളികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇപ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, സിനിമാ മേഖലയിലുള്ള കലാകാരന്മാരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ഷേമനിധി ബോർഡുകളുള്ളത്. എല്ലാ മേഖലയിലും ക്ഷേമനിധി ബോർഡുകളുണ്ട്. പക്ഷെ അടുത്ത കാലത്താണ് സിനിമാ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേക ക്ഷേമനിധി ബോർഡ് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ചത്. ആ ക്ഷേമനിധി ബോർഡിൽ സത്യത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുമായി ചായവുള്ളവരെ മാത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏകപക്ഷീയമാണ്. അതിന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് ശരിയല്ല. അതുകൊണ്ട് എല്ലാവരെയും, പ്രത്യേകിച്ച് മാറ്റാ ഫെഡറേഷന്റെയും ഇഫ്റ്റയുടെയും പ്രതിനിധികളെ അത് ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തൊഴിൽ മേഖലയിൽ. കാരണം ഇത്രയും ഉച്ചനീചത്വങ്ങളുള്ള ഒരു തൊഴിൽ മേഖല സിനിമ പോലെ വേറെ ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 20 കോടി മേടിക്കുന്ന ഒരു താരത്തിനും താരം അഭിനയിക്കുന്ന സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യന് 800 രൂപ പോലും കൊടുക്കാൻ, അല്ലേ, 800 രൂപ പോലും കൊടുക്കാൻ ഉള്ള ഒരു മര്യാദ കാണിക്കാത്ത, ആരെയൊക്കെ പേടിക്കുന്ന, ആരെന്തൊക്കെ പറഞ്ഞാലും ഒരു പവർ ഗ്രൂപ്പുകളുടെ പവർ പ്ലേ നടക്കുന്ന ഈ സിനിമാ രംഗത്ത് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ അവസരത്തിൽ നേരത്തെ തീരുമാനിച്ചാണെങ്കിൽ പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിവേദനവുമായി ഞങ്ങൾ ഗവൺമെന്റിനെ സമീപിക്കുന്നത്. തീർച്ചയായും ഗവൺമെന്റ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇതിന്റെ പിന്നിൽ ശക്തമായ INTUC-യുടെ ശക്തമായ പിന്തുണയുണ്ട്. INTUC തന്നെയാണ് ഈ ഇഫ്റ്റായ്ക്കായാലും മാറ്റാ ഫെഡറേഷനുമായിട്ടുള്ള യോജിച്ച പ്രവർത്തനങ്ങൾക്ക് വേണ്ട നിർദ്ദേശവും നേതൃത്വവും നൽകുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അതുപോലെ തന്നെ ഈ അടുത്ത ഒരു ദിവസം തന്നെ INTUC-യുടെയും മാറ്റാ ഫെഡറേഷനുടെ നേതൃത്വത്തിൽ മലയാള സിനിമയിലെ എല്ലാ മേഖലയിലുള്ള ആളുകളെയും വിളിച്ച് ഒരു ബൃഹത്തായ ഒരു ചർച്ചയും ഒരു മീറ്റിങ്ങും എറണാകുളത്ത് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ യൂണിയനുകളിലും. ഇപ്പം അതിനകത്ത് അമ്മയെന്നോ ഫെഫയെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ സമഗ്രമായ ഒരു ചർച്ച, ഈവൻ ഫിലിം ചേമ്പറിനെ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ആളുകളെയും വിളിച്ചിട്ട് ഒരു ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ ശ്രീ സുധാകരൻ പറഞ്ഞതുപോലെ മിനിസ്റ്റർക്ക് ഞങ്ങൾ നിവേദനം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ഷാജിയും കരുണയും ഞങ്ങൾ ഇന്ന് കാണുന്നു. അദ്ദേഹം KSRTC ചെയർമാനാണ്. KSRTC-യുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മലയാള സിനിമയ്ക്ക് ചെയ്യാനുണ്ട്. സബ്സിഡി കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതിനകത്തൊന്നും ഒരു വ്യക്തതയില്ല. തിയേറ്റർ കൊടുക്കുന്ന ഒരു വ്യക്തതയില്ലാത്ത ചില കാര്യങ്ങൾ കിടപ്പുണ്ട്. ആ തിയേറ്റർ കൊടുക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം തിയേറ്റർ കൊടുക്കുന്നു. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. സിനിമ ആരുടെയും സ്വന്തമൊന്നുമല്ല. ആര് സിനിമ ചെയ്താലും അത് തിയേറ്ററിൽ വരണമെന്നും ആ സിനിമ ഓടണമെന്നുമാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇതെല്ലാം ഉണ്ട്. പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും ഈ അഡ്വക്കേഷൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ആർക്കും ഒരു അപ്രമാദിത്യം ഉണ്ടാവില്ല. ഈ അപ്രമാദിത്യം ഉണ്ടാവാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേംബറും ഈ പറയുന്ന ഫെഫ്കയും അമ്മയും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പവർ കമ്മിറ്റി, ആ പവർ കമ്മിറ്റി നിയന്ത്രിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് സിനിമയിൽ ഈ കാണുന്ന ഈ പീഡന കഥകളും അതേപോലെ തന്നെ ഈ പണത്തിന്റെ കഥകളും ഇതെല്ലാം പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് സർക്കാരിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇതൊന്നും വരില്ല. കാരണം മുമ്പ് മലയാള സിനിമയില് വലിയേട്ടന്മാരും മാണവിമാരും ഇല്ല. അവരുടെ ഒരു ആധിപത്യമാണ്. അതേപോലെ നമ്മൾ ആ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് ഭരിക്കുന്ന പ്രേംകുമാറുണ്ട്. ആ പ്രേംകുമാറിനും ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും പ്രേംകുമാറിനും ഇതിന്റെ അതെ
അതിൽ ബൈജുവിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതൊരു തൊഴിൽ മേഖലയും അതിനൊരു നിബന്ധനയ്ക്കകത്ത് വേണം പ്രവർത്തിക്കാൻ. അതുകൊണ്ടാണ് സിനിമ എടുക്കണമെന്ന് ആർക്ക് തോന്നിയാലും ആർക്ക് ആഗ്രഹമുണ്ടെങ്കിലും അത് ഈ വ്യവസായത്തിനകത്ത് ഒരു രജിസ്ട്രേഷൻ സമ്പ്രദായം കൃത്യമായിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, അപേക്ഷ കൊടുക്കുമ്പോൾ അതിനകത്ത് ചില നിബന്ധനകൾ കൃത്യമായിട്ടുണ്ടാവും. ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യുന്ന പോലെ, ഒരു ഇൻഡസ്ട്രി രജിസ്റ്റർ ചെയ്യുന്ന പോലെ, വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നത് പോലെ ആ രീതിയിലേക്ക് ഗവൺമെൻറ് ഇത് കൊണ്ടുവരാൻ നിഷ്പ്രയാസം കഴിയുന്ന കാര്യമുള്ളൂ. ആ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയാൽ, ഒരു ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ അതിപ്രസരങ്ങളും ഇവിടെ പന്തളം പറഞ്ഞ പോലെ ഒരു പവർ ഗ്രൂപ്പുകളുടെ അതിപ്രസരവും പിടിച്ചടക്കലും അപ്രമാദിത്വവും ഒക്കെ ഒഴിവാകും. അതുകൊണ്ട് രജിസ്ട്രേഷൻ എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഈ മേഖലയിൽ ഇന്നുണ്ടായ ഈ സ്ഥിതിക്കൊക്കെ പരിഹാരമാണ്. അതെ, ഇപ്പൊ ഉണ്ടെങ്കിലും ശരി. ഈ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്, ഇപ്പൊ ഈ ഇഫ്റ്റയും മാക്ട ഫെഡറേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണോ അതോ മാക്ടയും INTUC ഏറ്റെടുക്കുകയാണ്? എന്താ അതിന്റെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഇത്തരം ഒരു സന്ദർഭം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഖലയിലുള്ള ഒരേപോലെ ചിന്തിക്കുന്ന രണ്ട് സംഘടനകൾ, സമാന മനസ്കരായിട്ടുള്ള രണ്ട് സംഘടനകൾ അടിയന്തരമായി ഒന്നിച്ചിരിക്കണമെന്ന് ഞാനാണ് നിർദ്ദേശം പറഞ്ഞത്. ഞാൻ ആലുവ പാലസിലേക്ക് അവരെ വിളിച്ചു, അവരും കൂടെ വന്ന് ഞങ്ങൾ സംസാരിച്ചു. എറണാകുളം ജില്ലാ INTUC പ്രസിഡന്റും ഞാനും അജ്മലും ബൈജു കൊട്ടാരക്കരയും കൂടെ സംസാരിച്ചപ്പോഴാണ് ഈ ഒരു ആശയം വന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഇപ്പോൾ കാണേണ്ട ഒരു വസ്തുത, ഈ സിനിമ വ്യവസായം സംരക്ഷിക്കണം എന്നുള്ളതാണ് ഒന്ന്. ഇവരെല്ലാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് തൊഴിൽ നിഷേധം, തൊഴിൽ മേഖലയിലെ ചൂഷണം, അത് തൊഴിൽ മേഖലയിലെ ചൂഷണം എന്ന് പറയുന്നത് എല്ലാ സീമകളും വിട്ടാണ് സിനിമാ രംഗത്തുണ്ടായതായി ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തൊഴിൽ നിഷേധം, ഒരു സാധാരണ ഒരു ലൈഫ് ബോയ്ക്ക് എത്ര രൂപ കൂലി കൊടുക്കുന്നു, അവന് എന്തൊക്കെ ആനുകൂല്യങ്ങളുണ്ട്, സ്വാഭാവികമായിട്ട് ഈ തൊഴിലുമായി ബന്ധപ്പെട്ട് 1, 2, 3 മാസം നിരന്തരമായി സമയബന്ധിതമല്ലാതെ രാപ്പകല് ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് എന്ത് വിധത്തിലുള്ള ഒരു സംരക്ഷണമാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ടോയ്ലറ്റ് സൗകര്യമില്ലാതെ നമ്മുടെ വനിതാ പ്രവർത്തകർ അതിൽ പങ്കെടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതിനൊരു ആരെങ്കിലും ഇത് ചോദിക്കാനും പറയാനും വേണം. ആ ഒരു ലക്ഷ്യമാണ് നമുക്ക് ഇതിനകത്തുള്ളത്. മധ്യപ്രദേശിന് ഇതിൽ വളരെ പരിചയസമ്പന്നരാണ്. അതിൻ്റെ ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ ഒരു സംയോജിത ഒരു സംവിധാനമാണ്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ എടുത്ത ഒരു കലാരംഗത്തുള്ള എല്ലാവരും ബിനു അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ മുന്നണി പ്രവർത്തകരായിട്ടുണ്ട്. ഇവരൊക്കെ കലാകാരന്മാരായി ഈ മേഖല, ടെക്നിക്കൽ മേഖലയിലൊക്കെ നിൽക്കുന്നവരാണ്. അപ്പോൾ വളരെ ആലോചിച്ചാണ് ഈ രംഗത്തുള്ള എല്ലാവരെയും ചേർത്ത് INTUCയുടെ ഒരു അഫിലിയേഷൻ ഉള്ള യൂണിയനാക്കി കേരളത്തിൽ ഇത് വളർത്തും. ഇനി മാക്ട ഫെഡറേഷനും INTUCയും തമ്മിൽ തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ വളരെ സമഗ്രമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഈ രംഗത്ത് ഞങ്ങൾക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള മോഹമൊന്നുമല്ല, ഇതൊരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ല ഇന്റൻഷൻ, ഗുഡ് ഇന്റൻഷനോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. അത് ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്ത് ഫൈനൽ ഷേപ്പുണ്ട്. സിനിമ അല്ലെങ്കിൽ കലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അപകടമല്ലേ? ഒരിക്കലല്ലോ. ഇപ്പൊ ശരിക്കും സിനിമയെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് ഞങ്ങളൊന്നുമല്ല. സിനിമയെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ആളുകളും അതിന്റെ ചില പോഷക സംഘടനകളും തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പറയുന്ന ഈ ഫെഫ്കയാണെങ്കിലും പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ കാര്യം ആലോചിച്ച് നോക്കും. AMMയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതുപോലെ ഫിലിം ചേംബർ, ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഭരണപക്ഷമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാർട്ടിയുടെ ആളുകളാണ് അതെല്ലാം നിയന്ത്രിക്കുന്നത്. ചോദ്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ഒരു കേരളീയ സമൂഹത്തിന്റെ പ്രത്യേകത, എല്ലാ വ്യക്തികൾക്കും അവരുടേതായ രാഷ്ട്രീയ ആശയമുള്ളവരാണ്. നമ്മൾ പത്രം വായിക്കുന്നവരാണ്, മാധ്യമങ്ങൾ കാണുന്നവരാണ്. നമുക്ക് ഈ രാജ്യത്തുള്ള ലോകത്തെക്കുറിച്ചൊക്കെ നല്ല അഭിപ്രായമുള്ളവരാണ്. ആ അഭിപ്രായത്തിന്റെ ഒരു കേന്ദ്രീകൃത സ്വഭാവം കഴിഞ്ഞ കുറേ കാലങ്ങളായി ആധിപത്യ സ്വഭാവം പുലർത്തുന്നുണ്ട്. പല മേഖലകളിലും അതുകൊണ്ട് ഞങ്ങളത് പരമാവധി അത് കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ആധിപത്യ സ്വഭാവം എവിടെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ, ഒരു സമഗ്രാധിപത്യം എവിടെ വന്നിട്ടുണ്ടോ അവിടെ പരാജയപ്പെട്ടിരുന്നു. അത് ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും, ലോകം മുഴുവനുള്ള ഉദാഹരണങ്ങളൊന്നും ഞാൻ പോകുന്നില്ല. സമഗ്രാധിപത്യം എന്ന് പറയുന്നത് ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഇന്ത്യ ഈസ് ആൾവേസ് റണ്ണിങ് ത്രൂ എ പ്യുവർ ഡെമോക്രസി ആൻഡ് ഡെമോക്രാറ്റിക് സിസ്റ്റത്തിലാണ് പോകുന്നത്. ഈ ഡെമോക്രസിയിൽ എതിരഭിപ്രായം പറയാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മൾ ചെയ്യുന്നതിന് വിരുദ്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കാം. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഇന്റൻഷൻ രാഷ്ട്രീയവൽക്കരണമല്ല. ഈ മേഖലയിലെ അപശകനങ്ങളും തൊഴിലാളി വിരുദ്ധ നിലപാടുകളും
നമുക്ക് നീതിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ എതിർക്കുന്നു. ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു കാര്യം, അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ മാക്ട ഫെഡറേഷനിൽ ഇപ്പം ഞങ്ങളുടെ തന്നെ പറയാം, മാക്ട ഫെഡറേഷനിൽ BJP-കാരുണ്ട്, CPM-കാരുണ്ട്, ഒരു രാഷ്ട്രീയക്കാരുണ്ട്, അതേപോലെ കോൺഗ്രസ്സുകാരുണ്ട്. അത് അതിനകത്ത് ഞങ്ങൾക്കൊരു പൊളിറ്റിക്സ് ഇല്ല. ഈ പറഞ്ഞാൽ ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ തന്നെ സിനിമയുടെ ഉന്നമനം മാത്രമാണ് ലക്ഷ്യം, യാതൊരു സംശയമില്ല. അത് INTC വന്നാലും ഞങ്ങൾ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ അടിമയായിട്ടിരിക്കുന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നത്, ഒരിക്കലും അങ്ങനെയല്ല. ഞങ്ങൾ അതിനകത്ത് വരുന്നത് INTC എന്ന് പറയുന്ന യൂണിയനകത്ത് വരുന്ന ആ സംഘടനയുടെ ശക്തി, INTC എന്താണെന്നുള്ള ഈ നാട് എല്ലാവർക്കും അറിയാം. ആ സംഘടന ശക്തി അവര് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് നല്ല ഉറപ്പ്. INTC-ക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല. INTC-ക്ക് അകത്തുള്ള ഭാരവാഹികളെ പോലും ഓരോ സംസ്ഥാനങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും. പല സംസ്ഥാനങ്ങളിലും INTC സംസ്ഥാന പ്രസിഡന്റുമാർ തന്നെ മറ്റ് രാഷ്ട്രീയ വിശ്വാസമുള്ളവരുണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ ലക്ഷ്യം ഈ വർക്കേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇതൊരു തൊഴിൽ മേഖലയാണ്, ഇതിനെ സംരക്ഷിക്കുക. അതുപോലെ കേരളം നമ്മളിതിലെ ചോദിച്ചോണ്ടോ രാഷ്ട്രീയവൽക്കരണം, നമ്മൾ കണ്ടന്റിലല്ല ഇടപെടുന്നത്. ഒരാളുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ കണ്ടന്റ് ഇന്നതുപോലെ വേണം, ഇന്ന സ്ക്രിപ്റ്റ് വേണം, ഇന്ന ആളും അതിലല്ല ഞങ്ങൾ ഇടപെടുന്നത്. തൊഴിൽ മേഖല എന്നുള്ള നിലയിൽ ആ തൊഴിലവസരങ്ങൾ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അതിനൊരു യൂണിയൻ ആവശ്യമാണല്ലോ. ആ ചൂഷണത്തിനെതിരെ ഇവർക്ക് സംരക്ഷണം നൽകുക എന്നുള്ളത്, തൊഴിൽ സംരക്ഷണം. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ സോഷ്യൽ മീഡിയ ഇന്നലെ കണ്ടാണ് ഈ തമ്മിൽ നമ്മുടെ ഒരു ലക്ഷ്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ നിങ്ങളെ കാണുന്നു, നിങ്ങളോട് ഈ വിവരങ്ങൾ പറയുന്നു. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ സാംസ്കാരിക മന്ത്രിയെ കാണുക, സാംസ്കാരിക മന്ത്രിയോട് ഞങ്ങളുടെ ഈ നിവേദനം കൊടുത്തുകൊണ്ട് വർത്തമാനം പറയും. അത് ഞാൻ മാത്രമല്ലല്ലോ, പന്തള സുധാകരനെ പോലെ ഒരാളും കൂടി ഈ രംഗത്ത് നിന്ന് വർത്തമാനം പറയുമ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇതിനകത്ത് രാഷ്ട്രീയ താല്പര്യത്തിനേക്കാൾ ഉപരി നമുക്കിതിലൊരു വ്യവസ്ഥ ഉണ്ടാക്കണം, ഒരു വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥ ഇല്ലാതെ പോയി പരാതിയാണ് ഈ വരുന്നത്. ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും നല്ല ട്രേഡ് യൂണിയനായിരുന്നു മാക്ട. വളരെ സജീവമായി വിനയൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് അതിനുള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് ഈ ഫെഫ്ക ഇലക്ഷൻ ഉണ്ടാവുക, അതിനുശേഷമാണ് ഈ ഫെഫ്കയൊക്കെ വരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അന്നുണ്ടായ അതേ പ്രശ്നങ്ങൾ തന്നെയല്ലേ ഇപ്പോഴും ഈ നിലനിന്ന് പിന്നെ പറയാൻ മുമ്പ് ഒരു കാര്യം അതിനൊരു തെറ്റിദ്ധാരണയാണ്. അതായത് ഈ മാക്ട എന്ന് പറയുന്ന സംഘടന അമ്മ രൂപീകരിച്ച സന്ദർഭത്തിൽ തന്നെ 30 വർഷം മുമ്പാണ്. ഇതിപ്പം മാക്ടയുടെ 30ാം വാർഷികം നമ്മൾ ഈ അടുത്ത ആഴ്ച ഉണ്ട്. മാക്ട എന്ന് പറയുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അത് ട്രേഡ് യൂണിയൻ അല്ല. ഞാൻ ഈ മാക്ടയുടെ ആജീവനാന്തം ലൈഫ് മെമ്പറും അതിൻ്റെ ഇലക്റ്റഡ് വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുള്ള, അതിന് രാഷ്ട്രീയമില്ല, എല്ലാവരും ഉണ്ട്. പക്ഷേ ആ മാക്ടയ്ക്കുള്ളിൽ നിൽക്കുന്ന ടെക്നീഷ്യൻസിന് അവരുടെ തൊഴിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ ഫെഡറേഷൻ ഉണ്ടാകും. വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ ചോദിച്ചതിൻ്റെ അകത്തേക്ക് ഞാൻ പറയാം. അതായത് ഈ മാക്ട ഫെഡറേഷൻ ഒരാളുടെ മാത്രം നേതൃത്വത്തിലല്ല. മാക്ട ഫെഡറേഷൻ ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസിന്റെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയെ ഇലക്ഷനെ തുടർന്നല്ല അത് പോയത്. അന്ന് ഇലക്ഷനിൽ ഞാനും ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച് ജയിച്ച ഒരാളാണ്, അറിയാമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തുളസിദാസിന്റെ ദിലീപിന്റെ ഒരു ഇഷ്യൂവിലൂടെയാണ് ഇത് പിളരുന്നു എന്ന് വന്നത്. ആ ഇഷ്യൂ ഇവരൊരു കാരണമാക്കി എടുത്താണ്. കാരണം മാക്ട ഫെഡറേഷൻ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അത് ജനുവരി ഇഷ്യൂ ആണ്. അത് നടപ്പാക്കിയിട്ട് ആ സിനിമയില് അയാളുടെ തുളസിയുടെ പടത്തിൽ അഭിനയിച്ചിട്ട് ദിലീപ് മറ്റുള്ള സിനിമകളിൽ അഭിനയിച്ചാൽ മതി എന്നൊരു തീരുമാനം എടുത്തതിന്റെ പേരിലാണ് ഒരു വിഭാഗം ആൾക്കാർ അന്ന് മാറിയതിൽ ആദ്യത്തെ ആളാണ് ഇപ്പോ ചരിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് രഞ്ജിത്ത്. പാതിരാത്രി 2 മണിക്ക് എന്നെ പത്രത്തിൽ വിളിച്ച് ചാനലുകൾ വിളിച്ചു കൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് പുള്ളി മാറി. അതൊരു ഗ്രൂപ്പിന്റെ ഒരു കളിയായിരുന്നു. ഞങ്ങൾക്ക് അന്നറിയാം ദിലീപാണ് ചുക്കാൻ പിടിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അന്ന് മുതലാണ് ഈ സിനിമയിൽ ഈ പവർ കമ്മിറ്റിയും അതുപോലെ ഈ പവർ ഗ്രൂപ്പും ഒക്കെ ഇടലെടുത്തത് എന്ന് ഞാൻ പറയാം. ആ സമയം മുതൽ വന്നു. പക്ഷെ ഞങ്ങൾ എന്നിട്ടും ഞങ്ങളുടെ കൂടെയുള്ള ആളുകളെ അന്ന് ഇന്നും സംരക്ഷിച്ചു പോലും ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ആൾക്കാരുണ്ട്. അതിന് ഒരു കാരണവശാലും ഞങ്ങളുടെ ആളുകൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ജോലിക്ക് ഞങ്ങൾ കറക്റ്റായിട്ട് അവർക്കുള്ള ശമ്പളം വാങ്ങിക്കൊടുക്കുകയും ചെയ്യും, അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇനി അത് INTC പോലുള്ള സംഘടനയോട് ഞങ്ങളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായി. ഏതെങ്കിലും ലൊക്കേഷനിൽ അത് ഇവരത് അതിനൊരു ഇതായിട്ട് ഒരു തടയായിട്ട് അവർ നിന്നാൽ തീർച്ചയായും അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് സംഘടന എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിനൊക്കെ വളരെ എത്രയോ കാലങ്ങളായി സംഘടന നടത്തി പരിചയമുണ്ട്. അതുകൊണ്ട് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്തിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഒരു പദപ്രയോഗമാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ പലയിടത്തും ചോദിച്ചത് ആരായി പ്രയോഗം ഞങ്ങൾക്കറിയില്ല, നിങ്ങൾക്കറിയാം. ഈ പവർ ഗ്രൂപ്പ് അതിനകത്ത് 1-2 പേരുടെ പേര് പുറത്തു വന്നുള്ളത് നിങ്ങൾക്കറിയാം. അല്ല, ദിലീപ് എന്ന് പറഞ്ഞ ആളുടെ ആ പേരാണ് ആദ്യം പുറത്തു വന്നത്. ബാക്കിയുള്ള ആളുകളുടെ പേര് സർക്കാർ തന്നെ പുറത്തു പറയണ്ട.
ഞങ്ങളെ കൊണ്ട് എന്തിനാ പറയുന്നത്? ഈ ദിലീപിന്റെ പേര് എന്തായാലും പുറത്തു വന്നല്ലോ. ബാക്കിയുള്ള ആളുകളുടെ പേര് ദിലീപ് തന്നെ മെനയാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന അപ്പുണ്ണി എന്ന് പറഞ്ഞൊരു അയാളൊരു ക്രിമിനലാണ്. അവരുടെ ഡ്രൈവേഴ്സ് യൂണിയന്റെ മെമ്പറാ. ഒരു 5-6 പേരുടെ ഫോട്ടോ വെച്ചിട്ട് നടുക്ക് ദിലീപ് നിന്നിട്ട് ഇതാണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഇപ്പോൾ ഉണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഞങ്ങളുടെ മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി. പുള്ളി പറഞ്ഞു ഈ പവർ ഗ്രൂപ്പ് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ആ ഗ്രൂപ്പിലില്ല. മമ്മൂട്ടി ഒരു പ്രസ്താവന ഇറക്കി, പവർ ഗ്രൂപ്പിൽ ഞാനില്ല. ഇങ്ങനെ ഓരോരുത്തരും ഇത് അന്തരീക്ഷത്തിലാണോ ഈ ഗ്രൂപ്പ് ഉള്ളത്? അതാ പറഞ്ഞേ, ഇവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. മോഹൻലാലിന് ഒന്നും അറിയത്തില്ല, മമ്മൂട്ടിക്ക് ഒന്നും അറിയത്തില്ല, ബി ഉണ്ണികൃഷ്ണൻ ഒന്നും അറിയത്തില്ല, ആർക്കും ഒന്നും അറിയില്ല. ഈവൻ നമ്മുടെ ചീഫ് മിനിസ്റ്റർക്ക് ഒരു ഒന്നും അറിയത്തില്ല. പക്ഷേ സിനിമയിൽ വിലക്ക് നടക്കുന്നുണ്ട്, സിനിമയിൽ അനാശാസ്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതെങ്ങനെ നടക്കുന്നു? ഒഴിവാക്കപ്പെടുന്നു. ഒരുപാട് പേരെ തൊഴിൽ വിലക്കുന്നു. ഇതെങ്ങനെ ഇതിനകത്തുള്ള ചോദിച്ച ചോദ്യം നല്ലതാണ്. ഇത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഇങ്ങനൊരു പദപ്രയോഗം നടക്കുന്നു, മാധ്യമങ്ങളിൽ വരുന്നു, ചർച്ചകളിൽ വരുന്നു. ഇത് വ്യക്തമാക്കാനുള്ള ഡോക്യുമെന്റ് ഇരിക്കുന്നത് ഒരേ ഒരു കക്ഷിയുടെ കയ്യിലാണ്, കേരള സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ്. അത് വ്യക്തമാക്കട്ടെ. വ്യക്തമാക്കിക്കൊണ്ട് പവർ ഗ്രൂപ്പ് നിയമവിരുദ്ധമാണെങ്കിൽ, അതല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് ആണ് ചെയ്യുന്നതെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കട്ടെ. ലെറ്റ് ദം ഡിക്ലെയർ ഇറ്റ്. ആ ഗവൺമെന്റ് അത് പറയണമെന്നാണ് നമ്മൾ പറയുന്നത്. ആരാണിപ്പോ ഞാൻ പവർ ഗ്രൂപ്പ് ആണെന്ന് എനിക്ക് തോന്നും, പത്രത്തിന് തോന്നും, പ്രതാപന് തോന്നും. പവർ ഗ്രൂപ്പ് ആരാണെന്നുള്ളത് അതിന്റെ അതോറിറ്റി പറയണം, വേണ്ടേ? പയ്യ കൊട്ടാരക്കരയും ചന്ദ്രശേഖരനോട് ഇരുന്നുണ്ട് ഇന്ന ആളുകൾ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് നീതിക്ക് നിരക്കുന്നതല്ലോ. അപ്പൊ അതുകൊണ്ട് അതോറിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഉത്തരവാദിത്വം അവർ നിർവഹിക്കണം. ഇതെന്താണെന്നറിയോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്നൊരു ചോദ്യചിഹ്നം നിൽക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ എന്തിനു നിയമിച്ചു? 1. 2, അവര് ഒരു എലാബറേറ്റ് ആയിട്ടുള്ള ഒരു പഠനത്തിന് ശേഷം സമഗ്രമായ റിപ്പോർട്ട് കൊടുക്കുന്നു. അവര് ചെറിയ ആളല്ല. ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ജസ്റ്റിസ് ആയിരുന്നു. കൊടുത്ത സാധനം ഒരു 4.5 വർഷക്കാലം പുറം ലോകം കണ്ടില്ല. 4.5 വർഷം കഴിഞ്ഞ് അതിന്റെ അരിവും മൂലയൊക്കെ പുറത്തു വന്നു. നിങ്ങൾ കാരണം, മാധ്യമങ്ങൾ കാരണം. പുറത്തു വന്നപ്പോൾ എക്സ്പ്ലോഡ് ചെയ്തു, പൊട്ടിത്തെറിച്ചു. അതിന്റെ പിന്നെ എന്റെ കയ്യിലിരിക്കുന്ന സാധനം ഇതാണ് എന്ന് പറയേണ്ടതാരാ? ഇതിൽ പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ്, ഇതിൽ പറഞ്ഞിട്ടുള്ള ഇതിന്റെ സമഗ്രമായ റിപ്പോർട്ട്, അത് ഞങ്ങൾ ഇന്നതാണ്, അത് ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോകുന്നു, ഇത് പറയേണ്ടത് ഗവൺമെന്റ് ആണ്. യു ഓൾസോ ട്രൈ ഫോർ ദാറ്റ്. നിങ്ങളോട് ചെയ്യണം. കോടതിയോ അല്ലെങ്കിൽ നിങ്ങളോ ഞങ്ങളോ ഒക്കെ നമ്മൾ ശ്രമിക്കുകയാണ്. ഈ പവർ ഗ്രൂപ്പ് ആരാണെന്ന് ലെറ്റ് ദി അതോറിറ്റി ഡിക്ലെയർ. ഇതേ പറയുന്നുള്ളൂ. ഇല്ല, പവർ ഗ്രൂപ്പ് ഇല്ല എങ്കിൽ ഇല്ലെന്ന് പറയട്ടെ. ചീഫ് മിനിസ്റ്റർ പറഞ്ഞാൽ മതി, മുഖ്യമന്ത്രി പറയട്ടെ. അതിനകത്ത് ഒരു കാര്യമുള്ള, ഇവര് മാറ്റി വെച്ചേക്കുന്ന 127 ഖണ്ഡികകളുണ്ടല്ലോ. ഏതാണ് 47ാമത്തെ പേജ് മുതൽ 59ാമത്തെ പേജ് വരെ ഉള്ളതിലും 97 മുതൽ 124 വരെയുള്ള പേജുകളിൽ ഏതാണ്ട് 129ഓളം ഖണ്ഡികകളാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അത് മാത്രം ഒന്ന് പുറത്തുവിട്ടെ. എന്തിനാ അത് മാറ്റി വെച്ചിരിക്കുന്നത്? കോടതി പറഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞ സാധനത്തിനാണ് സർക്കാർ എന്തിനാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്? അപ്പൊ ആരെങ്കിലും സംരക്ഷിക്കാനായിരിക്കുമല്ലോ. അതൊന്നറിഞ്ഞാൽ മതി, അതൊന്നറിയണം. ഈ അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ട് പ്രായോഗികമല്ല എന്ന് കഴിഞ്ഞ സാംസ്കാരിക മന്ത്രി AK ബാലൻ വളരെ പരസ്യമായി പറഞ്ഞു. അതൊന്നും ആരുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ചോദ്യം പോലും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇത് ചോദിക്കുന്നത്. എന്താണ് ശരിക്കും സംസ്ഥാനത്തെ യാതൊരു വിധമായ പ്രായോഗിക പരിജ്ഞാനവും ഈ സാംസ്കാരിക വകുപ്പ് സിനിമയുമായി ബന്ധം ഇല്ലാത്ത ഒരാൾ ആയിരുന്നു ശ്രീ AK ബാലൻ. അത് സത്യം പറഞ്ഞാൽ ആ 5 വർഷക്കാലം സത്യം പറഞ്ഞാൽ സാംസ്കാരിക രംഗത്തിന് തന്നെ അത് ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിൽ സത്യത്തിൽ വളരെ പിന്നിലായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ശ്രീ AK ബാലൻ അത് രാഷ്ട്രീയപരമായിട്ടാണ് കണ്ടത്. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ സിനിമയുടെ മന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയെ നിയോഗിച്ചത്. അതിലെ അംഗങ്ങൾ എന്ന് പറയുന്ന അതിലെ ചെയർമാൻ എന്ന് പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ, മറ്റൊരംഗം ഷാജി എൻ കരുൺ, മറ്റൊരാൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയ സുരേഷ് കുമാർ, മറ്റൊന്ന് ഈ പാവപ്പെട്ട ഞാനുമായിരുന്നു. നല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ യാത്ര ചെയ്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് ഇന്ത്യയിലെ പ്രഗത്ഭരായ സിനിമാ നിർമ്മാതാക്കളെയും സംവിധായകരെയും ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യന്മാരെയും എല്ലാം കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചിട്ടാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കി. ശ്രീ ബഹുമാന്യ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം തന്നെ ഇത്രയും പെയിൻ എടുത്ത് അദ്ദേഹം ഒരു 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 ശ്രമം ഇത്തരം ഒരു കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ റിപ്പോർട്ട് ഒരിക്കലും തള്ളിക്കളയേണ്ട ഒന്നായിരുന്നില്ല. അപ്പം ഗവൺമെന്റ് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ശ്രീ ഷാജിയൻ ഇപ്പൊ ഈ കുഴപ്പമെല്ലാം എന്താണ് കോൺക്ലേവ് ഒക്കെ നടത്താൻ പറ്റും ഷാജിയൻ കരുണോട് പറഞ്ഞാൽ പോരെ. അങ്ങൂടെ ചെയർമാൻ മെമ്പറായിരുന്ന ആ റിപ്പോർട്ടൊക്കെ നടപ്പിലാക്കിയ പോരെ. അതിന് എന്താണ് തകരാറെന്ന് ഷാജിയൻ കരുൺ പറയുന്നില്ലല്ലോ. അപ്പൊ ശ്രീ നമ്മുടെ
AK ബാലൻ പറഞ്ഞത് തീർച്ചയായിട്ടും അത് രാഷ്ട്രീയ കണ്ണിൽ കൂടി നോക്കിയോണ്ട് മാത്രമാണ്. പിന്നെ ഒരു റിപ്പോർട്ട് തള്ളിക്കളയാനുള്ള അവകാശം ഗവൺമെന്റിനുണ്ട്. ഈ റിപ്പോർട്ട് കളഞ്ഞിട്ടില്ല. ശ്രീ പിണറായി വിജയന്റെ ആദ്യത്തെ ഗവൺമെന്റ് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുണ്ട്. ഇപ്പൊ ശ്രീ സതീഷ് ചെറിയാന്റെ കയ്യിലുണ്ടല്ലോ ആ റിപ്പോർട്ട്. അതൊക്കെ നടപ്പിലാക്കേണ്ടത് നടപ്പിലാക്കിയത്. അല്ലാതെ ഇത് കോൺഗ്രസിന്റെ ഒരു മന്ത്രി പറഞ്ഞ നിയോഗിച്ച കമ്മിറ്റി ആയതുകൊണ്ട് അത് തള്ളിക്കളയുന്നത് ശരിയല്ലെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രിയുടെ അടുത്തുള്ള ആവശ്യം അതാണ്. അത് നടപ്പാക്കണമെന്ന്. സിനിമാ രംഗം ശുദ്ധീകരിക്കാനായി അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ടാണോ നടപ്പാക്കേണ്ടത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണോ? ആ രണ്ടും വേണം. അത് രണ്ടും വേണം. ഈ കാലമല്ലേ. റിപ്പോർട്ടിൽ ഇത് രണ്ടുമുണ്ട്. ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നും. സമഗ്രമായ വികസനത്തിന് വേണ്ടി, അതായത് ചൂഷണം ഒഴിവാക്കുക, പുതിയ സംവിധായകരെ, ചെറുപ്പക്കാരായ എത്രയോ സംവിധായകരും നിർമ്മാതാക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു നിർദ്ദേശമാണ് അതിനുള്ളത്. കാരണം ഈ പുതിയ നവാഗതരായ സംവിധായകരുടെ സിനിമയ്ക്ക് സബ്സിഡി വർദ്ധിപ്പിക്കുക, തിയേറ്ററുകളുടെ കണ്ടീഷൻ, അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലയിലും സമഗ്രമായി പരാമർശിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതിനകത്തൊരു രാഷ്ട്രീയമില്ല. അതിനകത്ത് ഈ ചൂഷണം ഉണ്ടെങ്കിൽ അതിന് നിർദ്ദേശമുണ്ട് അതിനെതിരായിട്ടുള്ള. താങ്കൾ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചിരുന്നു? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഒരിക്കലും സിനിമയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയുള്ള ഒരു എഴുത്തൊന്നും അതിനകത്ത് ചില സജഷൻസ് ആണുള്ളത്. അതിന് ഹേമ കമ്മിറ്റി മലയാള സിനിമയിൽ കുറച്ച് സജഷൻസ് അവർ വെച്ചു. അതായത് സ്ത്രീകളെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ, അതേപോലെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾക്കുള്ള കാര്യങ്ങൾ, അതേപോലെ ജൂനിയർ ആർട്സിനോട് പെരുമാറുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി മലയാള സിനിമയ്ക്കകത്ത് ഇപ്പം നിലനിൽക്കുന്ന ഈ എന്താ പറയുക, അവരെ ദ്രോഹിക്കുന്ന, അതായത് ഈ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ചില നടപടികൾക്ക് എങ്ങനെ വേണം പ്രതികരിക്കാൻ എന്നുള്ള സജഷൻസ് ആണ് വെച്ചിരുന്നത്. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിക്ക് അങ്ങനെയല്ലായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിൽ അത് ചർച്ച ചെയ്തത് എങ്ങനെയാണ് മലയാള സിനിമ പോകേണ്ടത്, മലയാള സിനിമ എങ്ങനെയാണ് നവീകരിക്കേണ്ടത് എന്നുള്ളൊരു പഠനമായിരുന്നു. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഔദ്യോഗികമായി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പഠനമായിരുന്നു. അത് ചെയ്യിക്കാതിരുന്നതും ഇവിടുത്തെ സിനിമാക്കാർ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സംഘടനകളുടെ അപ്രമാദിത്യം. അതുകൊണ്ട് മാത്രമാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി പറഞ്ഞ ഒരു കാര്യം പോലും സർക്കാർ ഇന്ന് വരെ നടപ്പാക്കാത്തത്. അതെ, ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ലോകം അറിയപ്പെടുന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ, അദ്ദേഹം ഏത് ഗവൺമെന്റ് വെച്ചാലും അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇന്ന് വരെ ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ തള്ളിക്കളയാത്തിടത്തോളം കാലം ഞങ്ങൾ ആവശ്യപ്പെടുന്നു അടൂർ ഗോപാലകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി നടപ്പാക്കണം. അതാണ് ഷാജിൻ കണ്ണൻ അല്ലെങ്കിൽ പറയണം, ഞാൻ അന്ന് ആ കമ്മിറ്റിയിലുണ്ടായിരുന്നു, അത് നടപ്പാക്കാൻ കൊള്ളരുതാത്തതാണെന്ന് അദ്ദേഹം പറയുന്നത്. ഞങ്ങളിപ്പോ എന്തായാലും കാണുന്നു. അപ്പൊ എന്തായാലും ശരി, ഞങ്ങൾ അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും